സീറോ എന്തൊക്കെ എഴുതി കാണിക്കുന്നത്. പിന്നെ വന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തി. ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഡോമിനാറില്ലേ, അതിപ്പം ഓൾമോസ്റ്റ് 1 month ആയിട്ട് ഇങ്ങനെ ഇരിപ്പാണ് ചേർക്കാൻ. മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ ബാറ്ററി അടിച്ചു പോയായിരുന്നു. ഇന്ന് എന്തായാലും പുതിയ ബാറ്ററി വാങ്ങാൻ പോവാണ്. ഇത്രയും ഡേയ്സ് ഡിലേ ആയത് മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടിയില്ല. എന്തായാലും ഇന്ന് മാറിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ പഴയ ബാറ്ററി വേണ്ടേ ഇവിടെ ആൾറെഡി ഊരി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് കമ്പനിയായിട്ട് വരുന്ന ബാറ്ററി. ആമറോണിൻ്റെ ആണ്. 12 വോൾട്ട് 8 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് കേട്ടോ വരുന്നത്. നേരെ പോയി പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ട് നമുക്ക് ചെറുക്കനെ സെറ്റ് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മുടെ ചോട്ടുവിനെയും മിട്ടുവിനെയും കണ്ടോ? ചോട്ടു മിട്ടു എവിടെ? ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ നിന്ന് അവനെയും കൂട്ടിയിട്ട് പോവാം. ഹലോ ഗൈസ്, 2 ചട്ടമ്പികൾ ഇരിക്കുന്നു. ഓ, ഇവനിച്ചിരി ടാസ്ക്. അയ്യോടാ ക്യൂട്ടി. പക്ഷെ ആള് പാവാണ് കേട്ടോ, കുരയ്ക്കുന്നതേ ഉള്ളു. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ഓക്കെ കേട്ടോ, കടയിലെത്താറായി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ എക്സൈഡ്. ഡോമിനാറിന് ഇടാനായിട്ടാ. എത്രയായിരുന്നു? 2,300. പഴയ ചെട്ടായിരുന്നു 2,50. ഇതെങ്ങനെയാ വാറണ്ടി ഒക്കെ? 2 വർഷം റീപ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ ഓക്കെ, 2 വർഷം റീപ്ലേസ്മെന്റും 2 വർഷം റിപ്പയറിങ്. ഡിസ്കൗണ്ട് തന്നെ. അയ്യോ, 2,400. അതിന്റെ വില ഭയങ്കര വില ഇതാണ്. 2,427 രൂപ. എത്ര? 2,050. പഴയ ബാറ്ററിയാണ്. ടാറ്റ പഴയ ബാറ്ററി. നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഏതാ? എക്സൈഡ് എക്സ്പ്ലോറോ. തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അസ്ഥി തോനെയാവുന്നു ഇപ്പം നമ്മൾ എടുക്കാതെ വെച്ചിരുന്നിട്ടേ. അസ്ഥി ഇവിടെ ആക്കി വെച്ചേക്കും. ഉഫ്, പൊടിയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഈ കാണുന്ന സ്ക്രൂസ് നമ്മുടെ ഈ പുതിയ ബാറ്ററിയുടെ കൂടെ വന്നതാണ്, ഈ ടെർമിനൽസിൽ ഇടാൻ വേണ്ടിയിട്ടേ. ഈ ഒരു റബ്ബറിൻ്റെ സാധനമില്ല, ഇത് നേരത്തെ പഴയ ബാറ്ററി നമ്മൾ ഊരിയെടുത്തായിരുന്നു. ഇപ്പം തിരിച്ചിങ്ങനെ ഇട്ട് ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പൊക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ വാറണ്ടി കാർഡ് കേട്ടോ. ഡേറ്റ് ഓഫ് പർച്ചേസ് 2 വർഷം വാറണ്ടിയാണ് പുള്ളി പറഞ്ഞത്. എപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്താലും പോസിറ്റീവ് ആദ്യം കൊടുക്കാവുള്ളൂ. കാരണം ഇൻ കേസ് ഈ നെഗറ്റീവ് എർത്തിലും കാണാൻ ടച്ച് ആയാലേ, ഇൻ കേസ് ഇത് ഈ ആദ്യമേ നെഗറ്റീവ് കൊടുത്തിട്ട് പോസിറ്റീവ് ബോഡിയിലെങ്ങാനും ടച്ച് ആയാൽ ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പുകയൊക്കെ വരുന്നു, കത്തിപ്പോടെ. ഇത് കുറച്ച് പെട്രോളിയം ജെല്ലിയും കൂടെ കിട്ടുവാണെങ്കിലേ ഇവിടെ തൂക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ ഈ സാധനമില്ല, അതിന് ഷോറൂമിൽ ഗ്യാസിലിനോ അല്ലെങ്കിൽ നിങ്ങളിപ്പം ഷോറൂമിൽ കാണാൻ സർവീസിന് കൊടുക്കുമ്പോഴേ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരിവിടെ തേച്ച് തരും. ഇപ്പോൾ വാസലിനുണ്ടായിരുന്നു നമുക്കത് ചെയ്യായിരുന്നു. ഇപ്പം സംഭവം ഇവിടെ വീട്ടിലില്ല, അല്ലെങ്കിൽ അത് തൂത്താൽ മതിയായിരുന്നു. ഓ ഗൈസ്, അപ്പോൾ സെറ്റായിട്ടുണ്ട്. മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. ഓ, H0 എന്തൊക്കെ എഴുതി കാണിക്കുന്നത് അതിനകത്ത് കേട്ടോ. ബാറ്ററി ഡൗൺ ആണോ? ഇത് ചാർജ് കുറവാണോ? മീറ്റർ ഓഫായി കൊടുത്തപ്പോൾ ബാറ്ററി ചാർജ് കുറവാണോ? മീറ്റർ ഓഫായി.
ആയിരിക്കും. പക്ഷേ എന്തായാലും നമ്മുടെ വണ്ടി അങ്ങനെ സക്സസ്ഫുള്ളി ഓൺ ആയിട്ടുണ്ട്. ഇട്ടപ്പോൾ H0 എന്തൊക്കെയോ സാധനങ്ങൾ എഴുതി കാണിച്ചത്. നമ്മുടെ അച്ചൂറ പറഞ്ഞത് അത് റീസെറ്റ് ആവുകയാണെന്നാണ്. എണ്ണയില്ല. ഉണ്ടോ ഒരു സ്ലോ പതുക്കെ. ഇതൊന്ന് ബാറ്ററി ചാർജ് കുറവായിരിക്കും. ബാറ്ററി ഡൗൺ ആണെന്ന് തോന്നുന്നു. പമ്മി എടുക്കുന്നത് ഇതൊരെണ്ണം കിട്ടും. സ്റ്റാർട്ട് ആവുമെങ്കിൽ ഇന്ന് വാ. കാർഡ് ഞാൻ മാറ്റിത്തരാം. കാർഡ് ഞാൻ മാറ്റിത്തരാം. ഇത് പുതിയതിൻ്റെ കാർഡ്. മറ്റേ കാർഡ് ആയിട്ട് വന്നാൽ ഉണ്ടല്ലേ കൊണ്ടുവച്ച് നോക്കാം. ഇത് രണ്ടാമത് കിട്ടിയ പുതിയ ബാറ്ററിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. ഇതൊരു വള്ളി ഒരു ബാറ്ററി ഇടാൻ വണ്ടിക്കകത്ത് പേടിച്ചു പോയി. അങ്ങോട്ട് വെച്ചു. സീറ്റ് ഞാനിവിടെ തറയിൽ കിടക്കത്തില്ലേ. വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കാം. ഇതിപ്പം ബാറ്ററിയുടെ സ്റ്റേബിലിറ്റാണ്. അതുകൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുത്തേക്കാം. സിമ്പിളാണ്. അത് ഈ എൻ്റെ ഇവിടെയും കൂടെ കണക്ട് ചെയ്യുക. അപ്പുറത്തത് വലിച്ചങ്ങോട്ട് ഇട്ടാൽ അത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. അടുത്തത് നമ്മുടെ സീറ്റ് തന്നെ സെറ്റ് ചെയ്യുക. ഈ ബുഷൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ കേട്ടോ, ഇളക്കിയിട്ട് തിരിച്ചിടുമ്പോഴേ. അല്ലെങ്കിൽ പിന്നെ ആ കംഫർട്ട് അങ്ങ് പോകും, വൈബ്രേഷൻസ് ഒക്കെ കയറി വരാം. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊരു സാധനം കഴിച്ചാൽ പലയിടത്തു നിന്നായിരിക്കും കഴിക്കുന്നത്. ഇതിൻ്റെ കേസ് ഇവിടുന്ന് അങ്ങനെ അഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രൂ എല്ലാം കൂടെ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ ഒരു ഡപ്പ എന്തെങ്കിലും എടുത്ത് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീസെറ്റ് ചെയ്യുമ്പം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് കുറച്ച് WD-40 കൂടി ഇവിടെ അടിച്ചു. ഇതാണ് നമ്മുടെ WD-40. തുരുമ്പും കാര്യങ്ങളൊന്നും വരത്തില്ല. അതേപോലെ തന്നെ സ്മൂത്തായിട്ട് ഈ നട്ട് ഇനി അങ്ങ് കയറി. നമ്മൾ ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്യരുത്. ആവശ്യത്തിനുള്ള ടൈറ്റ് ചെയ്യാവൾ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ത്രെഡിനും കാര്യങ്ങൾക്കും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ. സീറ്റ് അവരെടുത്ത് അടക്കി. എത്ര ഉള്ളു പരിപാടി കഴിഞ്ഞ്. ഇവനെ നമുക്കൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം. അതാണ് അടുത്ത കടമ്പ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ചെയ്യിക്കണം. അത് അത്യാവശ്യമാണ്. ഒരു വട്ടം ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ അടുത്ത ചെയ്യിക്കാൻ സമയമായിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് 2 പണി കിട്ടിയായിരുന്നു. അതായത് ആദ്യം വാങ്ങിച്ച ബാറ്ററി ഇല്ലേ, അത് ഡൗൺ ആയിരുന്നു. വണ്ടി 2 വട്ടം സെൽഫ് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ചാർജ് ഓൾമോസ്റ്റ് ഡൗൺ ആയി. പിന്നെ ആളത് കൊണ്ട് കൊടുത്തിട്ട് രണ്ടാമത് റീപ്ലേസ് ചെയ്ത് പുതിയത് തന്നെ വിട്ടാ ചേട്ടൻ. ആ ഫുട്ടേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അത് വെച്ചപ്പം സീനൊന്നുമില്ല. വണ്ടി ഇപ്പം പക്കയായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാറ്ററി ചാർജ് എന്തോ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ വന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് തോന്നുന്നു എടുക്കാതിരുന്നതിൻ്റെ കുഴപ്പമായിരിക്കും. ഇതാണ് ഈ വണ്ടികൾ, ഈ ഇലക്ട്രോണിക്സ് വരുന്ന വണ്ടികൾ എടുക്കാതെ വെച്ചിരുന്നുള്ള കുഴപ്പം. ഞാൻ 1 മാസത്തോളം അങ്ങാണ്ട് എടുക്കാതെ വെച്ചിരുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ടർ എല്ലാം കയറി ക്ലോഗ് ആയി കാണാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും വണ്ടി എന്തായാലും. പക്ഷേ അത് ഓടിയപ്പോൾ അങ്ങ് ചെക്ക് എഞ്ചിൻ ലൈറ്റ് അങ്ങ് മാറി. ഇപ്പോൾ പക്കാ സ്മൂത്ത് ആയിട്ടുണ്ട്. നേരത്തെ ഒരു വലിയ കുറവ് മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബാറ്ററിയിലെ ആംബിയർ വ്യത്യാസം വരുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ എന്തായാലും വണ്ടി പക്കാ സ്മൂത്താണ്, കിഡിലായിട്ടാണ് വണ്ടി ഓടുന്നത്. അപ്പം വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. അതുവരേക്കും സ്മിയാച്ചു സൈനിങ് ഓഫ്.